ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് ഫെസ്റ്റീവ് വൺ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. ടെൻഡ് ടച്ചിന്റെ നമ്മൾ ഫുൾ റീഡിംഗ് വീഡിയോയും അതുപോലെ എല്ലാ ആക്ടിവിറ്റീന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഫെസ്റ്റീവ് ഫണ്ടിന്റെ റീഡിംഗ് വീഡിയോയും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സും അതുപോലെ മീനിങ്സ് ഓരോന്നിന്റെ ഓരോ വേർഡ്സിന്റെ മീനിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അവ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെസ്റ്റീവ് ഫണ്ടിന്റെ ആക്ടിവിറ്റീസ് ആണ്. കംപ്ലീറ്റ് ആക്ടിവിറ്റീസ്, നമുക്ക് ടോട്ടൽ 15 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. എല്ലാ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫെസ്റ്റീവ് ഫണ്ടിന്റെ റീഡിംഗ് വീഡിയോ ഉണ്ട്. റീഡിംഗ് വീഡിയോന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, the pictures of Julia's friends are given below. Identify them and write their names in the columns. അതായത് നമ്മുടെ പ്രിൻസസ് ജൂലിയയുടെ ഫ്രണ്ട്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പ്രിൻസസ് ജൂലിയ ആരാന്ന് അറിയാലോ അല്ലെ. നമ്മുടെ കഥ അറിയുന്ന കൂട്ടുകാർക്ക്, നമ്മുടെ പാഠം വായിച്ച കൂട്ടുകാർ, നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് റീഡ് ചെയ്ത കൂട്ടുകാർക്ക് പ്രിൻസസ് ജൂലിയ ആരാന്ന് അറിയായിരിക്കും. അപ്പൊ ജൂലിയയുടെ ഫ്രണ്ട്സിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ പേരുകളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പൊ ഫസ്റ്റ് ചിത്രം നോക്കൂ, ഇത് ആരാണ്? നമുക്ക് ആദ്യം എന്ത് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. വേൽ, ഒക്ടോബസ്, ക്രാബ്, ഷാർക്ക്, ജെല്ലി ഫിഷ്, മാക്രൽ, സ്റ്റാർ ഫിഷ്, പ്രൗൺ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, സീ അനിമൽസ് ആണ് അല്ലെ, കടലിൽ കാണുന്ന ജീവികളുടെ പേരാണ്. അപ്പൊ ഒന്നാമത്തെ ചിത്രം നോക്കൂ, ഇത് ആരാണ്? നമ്മളിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഇതാണ് വേൽ. ഓക്കെ, ബ്ലൂ വേൽ നമ്മൾ പറയും. ഇതാണ് വേല്. വേൽ നമ്മൾ ഇന്ന് മലയാളത്തിൽ പറയാ തിമിംഗലം എന്ന് പറയും. ഓക്കെ, പിന്നെ അടുത്തത് ഫസ്റ്റ് ചിത്രം നോക്കൂ, ഇത് ആരാണ്? ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലെ, ആരത്? ഷാർക്ക്. ഓക്കെ, ഷാർക്കിന് എന്താ മലയാളത്തിൽ പറയാ? സ്രാവ് എന്ന് പറയും അല്ലെ, സ്രാവ്. അടുത്ത നോക്കൂ, എന്താണ്? നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അല്ലെ, സ്റ്റാറിന്റെ ഷേപ്പ് ആണല്ലേ. അപ്പൊ ഇതിന് പറയുന്നത് സ്റ്റാർ ഫിഷ് എന്നാണ് പറയുക, സ്റ്റാർ ഫിഷ്. അടുത്തത് ജെല്ലി ഫിഷ്. നെക്സ്റ്റ് മാക്രൽ. മാക്രൽ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഫിഷ് തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ അയല എന്നൊക്കെ പറയും. ആ തരത്തിലുള്ള മത്സ്യത്തെ മീനിനെ നമ്മൾ പറയുന്നത് മാക്രൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അടുത്തത് പ്രൗൺ. പ്രൗൺ എന്ന് വെച്ചാൽ കൊഞ്ച്. നെക്സ്റ്റ് ക്രാബ്. ക്രാബിന് എല്ലാവർക്കും അറിയാലോ അല്ലെ, ഞണ്ട്. പിന്നെ ഒക്ടോബസ്. ഒക്ടോബസ് എന്ന് വെച്ചാൽ നീരാളി എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പൊ ഇവരൊക്കെ ആരാണ്? നമ്മുടെ പ്രിൻസസ് ജൂലിയയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ജീവികളെല്ലാം തന്നെ സീ അനിമൽസ് ആണ് അല്ലെ, കടലിൽ കാണുന്ന ജീവികളാണ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും റിയൽ ആയിട്ടുള്ള ചിത്രങ്ങൾ നോക്കാം. ഇതാണ് ഷാർക്ക്. ഷാർക്കിന്റെ മലയാളത്തിൽ സ്രാവ് എന്നാണ് പറയുക. അടുത്തത് ഇത് ബ്ലൂ വെയിൽ ആണ്. ബ്ലൂ വെയിലിന്റെ പ്രത്യേകത എന്താ? ലാർജസ്റ്റ് അനിമൽ ആണ് അല്ലെ. ഇത് വേൾഡിൽ തന്നെയുള്ള ലാർജസ്റ്റ് അനിമൽ ബ്ലൂ വെയിൽ ആണ്. നമ്മൾ നീലത്തിമിംഗലം എന്നാണ് മലയാളത്തിൽ പറയുക. ഇതാണ് നമ്മുടെ മാക്രലിന്റെ ഒറിജിനൽ ചിത്രമാണിത്. റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ്. എന്താണ് മാക്രൽ? നമ്മൾ മലയാളത്തിൽ അയല എന്നൊക്കെ പറയും, അയല മീൻ എന്നൊക്കെ പറയും മാക്രല്. നെക്സ്റ്റ് ഇത് ഒക്ടോബസ്, നീരാളി. സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം. ഇത് ജെല്ലി ഫിഷ്. പിന്നെ പ്രൗണിന് നമ്മൾ കൊഞ്ച് എന്നാണ് മലയാളത്തിൽ പറയുക. ഇത് ക്രാബ് വെച്ച് ഞണ്ട്. പിന്നെ നമ്മുടെ ഇത് ഇയാള് നമുക്ക് എന്താണ്, ഈ ഫിഷ് ഏതാന്ന് നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയണതായിരിക്കും അല്ലേ. നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ ഫിഷ് എന്നാണ്. എന്താ ഈ ഫിഷിനെ പറയാ? ഗോൾഡ് ഫിഷ് അല്ലേ, ഗോൾഡ് ഫിഷ് എന്ന് പറയാം. എല്ലാ കൂട്ടർക്കും ഗോൾഡ് ഫിഷിനെ അറിയാലോ അല്ലെ. നമ്മൾ അക്വേറിയങ്ങളിലൊക്കെ വളർത്തുന്ന വളരെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന, പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. നമ്മൾ ഗോൾഡ് ഫിഷിനെ കുറിച്ച് നമ്മൾ കഥയിൽ പറയുന്നുണ്ട് അല്ലെ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോൾഡ് ഫിഷിൽ നിന്നാണ്. അപ്പൊ ഇവരൊക്കെ ആരാണ്? കടലിൽ കാണുന്ന കടലിൽ കാണുന്ന അനിമൽസ് ആണ്, സീ അനിമൽസ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Some words are given below. Classify them into fruits and vegetables. Add more items in the list. ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടില്ലേ? എന്തിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്? കുറേ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഈ ടേബിളിൽ എഴുതണം. ക്ലാസിഫൈ ചെയ്യുക വെച്ചാൽ എന്താ? തരംതിരിക്കുക. ഇവിടെ ഫ്രൂട്ട്സ് കാണുന്ന ഈ കോളത്തിൽ ഇതിലുള്ള ഫ്രൂട്ട്സിന്റെ ഒക്കെ പേരുകൾ ഇവിടെ എഴുതുക, വെജിറ്റബിൾസിന്റെ ഒക്കെ പച്ചക്കറികളുടെ പേര് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് പോമഗ്രാനൈറ്റ്. ഫ്രൂട്ട്സിന്റെ കോളത്തിൽ പോമഗ്രാനൈറ്റ് എഴുതിയിട്ടുണ്ട്. പോമഗ്രാനൈറ്റ് വെച്ചാൽ എന്താ? മാതളം എന്ന് പറയും, മാതളം. ഓക്കെ, മാതളത്തിന് നമ്മൾ പോമഗ്രാനൈറ്റ് എന്ന് പറയാ. നമ്മൾ അതിന്റെ ഇമേജ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ അടുത്തത് വെജിറ്റബിൾ കോളത്തിൽ ക്യാരറ്റും വെജിറ്റബിൾ ആണ് അല്ലെ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് ബ്രൊക്കോളി. പിന്നെ അതൊരു വെജിറ്റബിൾ ആണ്. ആപ്പിൾ ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഫ്രൂട്ട്സിന്റെ കോളത്തിലേക്കും വെജിറ്റബിളിന്റെ കോളത്തിലേക്കും ഇതുപോലെ എഴുതുക.
അപ്പൊ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് വെജിറ്റബിൾസ് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ബ്രൊക്കോളി എന്ന് പറയുന്നത് വെജിറ്റബിൾ ആണ്. ആപ്പിൾ, ഗ്രേപ്സ് ഒക്കെ എന്താ? ഗ്രേപ്സ് വെച്ചാൽ മുന്തിരി അല്ലേ? ഗ്രേപ്സ് ഒക്കെ ഫ്രൂട്ട്സ്. ക്യാരറ്റ് വെജിറ്റബിൾ. പൊട്ടറ്റോ വെജിറ്റബിൾ. പൊട്ടറ്റോ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്. കുക്കുംബർ എന്ന് വെച്ചാൽ വെള്ളരിക്ക നമ്മൾ കുക്കുംബർ എന്നാ പറയാ. കുക്കുംബർ വെജിറ്റബിൾ ആണ് വരിക. അതുപോലെ സ്ട്രോബെറി, പൈനാപ്പിൾ ഒക്കെ ഫ്രൂട്ട്സ് ആണ്. കോളിഫ്ലവർ വെജിറ്റബിൾ. അവക്കാഡോ ഫ്രൂട്ട് ആണ്. വാട്ടർമെലോൺ ഫ്രൂട്ട് ആണ്. ബീൻസ് വെജിറ്റബിൾ ആണ്. പീസ്, റാഡിഷ് ഒക്കെ വെജിറ്റബിൾ ആണ്. അതുപോലെ ബ്ലൂബെറി, കിവി, പപ്പായ ഫ്രൂട്ട്സ് ആണ്. ക്യാബേജ് വെജിറ്റബിൾ. പ്ലം, പിയർ ഫ്രൂട്ട്സ് ആണ്. അതുപോലെ ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ എന്ന് വെച്ചാൽ എന്താ? വെണ്ടയ്ക്ക അല്ലെ? വെണ്ടയ്ക്ക. സ്പിനാച്ച് പറഞ്ഞ ചീരനെ പറയണതാണ്. അതെല്ലാം എന്താ? വെജിറ്റബിൾ ആണ്. ടൊമാറ്റോ ഒക്കെ വെജിറ്റബിൾ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓറഞ്ച് ഫ്രൂട്ട്, ജെറി ഫ്രൂട്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളിവിടെ തന്നിരിക്കുന്ന ഫ്രൂട്ട്സിന് വെജിറ്റബിൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടേബിളിലാക്കി എഴുതേണ്ടത്. ഇതിന് കൂടാതെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന വേറെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേര് അറിയെങ്കിൽ ഇവിടെ എഴുതി ചേർക്കുക. ഇനി നമുക്ക് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ചിത്രങ്ങൾ നോക്കിയാലോ? അതിന്റെ ഇമേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പോമഗ്രാനൈറ്റ്. പോമഗ്രാനൈറ്റ് മനസ്സിലായില്ലേ കൂട്ടർക്കും? ഏതാണ്? മാതളം ആണ് പോമഗ്രാനൈറ്റ് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പിന്നെ ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പൈനാപ്പിൾ, അവക്കാഡോ, വാട്ടർമെലോൺ, നമ്മൾ തണ്ണിമത്തൻ എന്ന് പറയും വാട്ടർമെലോണ്, കിവി, പപ്പായ, ബ്ലൂബെറി, പിയേഴ്സ്, പ്ലം, ഓറഞ്ച്, ചെറി. ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പേരുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്തത് നമുക്ക് ഇമേജ് കാണുമ്പോൾ അതിന്റെ പിക്ചർ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഏതാണ് ഫ്രൂട്ട് എന്ന് അല്ലേ? അപ്പൊ ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്, പഴവർഗ്ഗങ്ങളാണ്. അത് നമ്മൾ വെജിറ്റബിൾസിനെയാണ് നോക്കുന്നത്. വെജിറ്റബിൾസ് ക്യാരറ്റ്, ബ്രൊക്കോളി. ഇതാണ് ബ്രൊക്കോളി. കാണാൻ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ പോലെ ഉണ്ടാവും, പക്ഷെ ഫുൾ ഗ്രീൻ കളർ ആയിരിക്കും. ബ്രൊക്കോളി. അതുപോലെ പൊട്ടറ്റോ, കുക്കുംബർ, കോളിഫ്ലവർ. കണ്ടോ? കോളിഫ്ലവറും ബ്രൊക്കോളിയും തമ്മിൽ ഒരേപോലെ ഉണ്ട് അല്ലെ? കാണാൻ ഒരേപോലെ ഉണ്ട്. ബീൻസ്, പീസ്, റാഡിഷ്. അതുപോലെ റാഡിഷും ക്യാരറ്റും കാണാനും ഒരേപോലെയാണ് ഉള്ളത് അല്ലെ? റാഡിഷ് വൈറ്റ് കളറാണ്. അടുത്തത് ക്യാബേജ്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ. ഇതെല്ലാം എന്താണ്? വെജിറ്റബിൾസ് ആണ്. നമ്മൾ എന്തിനാണ് ഇമേജ് പിക്ചറോട് കൂടെ കാണിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആൽബം ക്രിയേറ്റ് ചെയ്യാനുണ്ട് അല്ലെ? ആൽബം ഉണ്ടാക്കാനുണ്ട്. അതായത് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിനും ആൽബം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതിനുകൂടി വേണ്ടിയാണ് നമ്മൾ ഇമേജസും കൂടെ കാണിച്ചു തന്നത്. നമുക്ക് പേരുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവാത്തത്, നിങ്ങൾക്ക് അറിയുന്ന പല വെജിറ്റബിൾസും ആയിരിക്കാം, പക്ഷെ അതിന്റെ നെയിം മാത്രം കേൾക്കുമ്പോൾ മനസ്സിലാവാത്തത് നമുക്ക് ഇമേജ് അതിന്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ? നമ്മളത് കണ്ട വെജിറ്റബിൾ ആയിരിക്കും, കഴിച്ച വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കും അല്ലെ? അടുത്ത നമ്മുടെ ആക്ടിവിറ്റി 3, മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സാലഡ് ഇസ് ഗിവൺ ഇൻ ദ ബോക്സ്, റീഡ് ഇറ്റ്. അപ്പൊ ഇവിടെ ഒരു റെസിപ്പി തന്നിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് ഒരു വെജിറ്റബിൾ സാലഡ്, പച്ചക്കറി കൊണ്ട് സാലഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അത് വായിച്ചു നോക്കാം. എന്നിട്ട് നമ്മുടെ എന്താ എഴുതാൻ പറയുന്നത് നമുക്ക് നോക്കിയാലോ? ഇത് ആദ്യം റീഡ് ചെയ്ത് നോക്കാം. നല്ല ചന്തമുണ്ട്, നല്ല ഭംഗിയായിട്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുക? ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ റോ. Wash them, peel the skin if needed, chop them into pieces, put them into a bowl, add a pinch of salt and pepper. The salad is ready. അപ്പൊ നമുക്ക് സാലഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന സാധനമല്ല അല്ലെ സാലഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സാലഡിന്റെ റെസിപ്പിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാനാ പറയുന്നത്? ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. അതായത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന, നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന പോലത്തെ അല്ലാതെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന, നമ്മൾ തക്കാളി, ഉള്ളി, ക്യാരറ്റ്, കുക്കുംബർ, അതൊക്കെ നമുക്ക് എന്താണ്? റോ പറഞ്ഞാൽ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്, നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതല്ല. അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഉരുളക്കിഴങ്ങൊക്കെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അതായത് നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ? പക്ഷെ ഇങ്ങനെ നമ്മൾ റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് എടുക്കുക, നന്നായി കഴുകണം. വാഷ് ദം, പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. അതായത് ചില വെജിറ്റബിൾസിന്റെ സ്കിൻ, അതായത് നമ്മൾ ക്യാരറ്റിന്റെ ഒക്കെ സ്കിന്ന് കുറച്ച് നമ്മൾ പീൽ ചെയ്ത് കളയണം. അങ്ങനെ ചെയ്യേണ്ട വെജിറ്റബിൾസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിന്റെ സ്കിൻ പീൽ ചെയ്യേണ്ടതാണെങ്കിൽ പീൽ ചെയ്യുക. എന്നിട്ട് ചോപ്പ് ദം ഇൻടു പീസസ്, ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നു. പുട്ട് ദം ഇൻ എ ബൗൾ, എന്നിട്ട് ഒരു ബൗൾ ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ, എന്നിട്ട് കുറച്ച് ഉപ്പും പെപ്പർ, കുരുമുളകും ഇടുക. ദ സാലഡ് ഇസ് റെഡി. ഇങ്ങനെ ഒരു സാലഡ്, അങ്ങനെ നമ്മുടെ സാലഡ്, വെജിറ്റബിൾ സാലഡ് റെഡി ആയി എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടെ റെസിപ്പിയിലുള്ളത്. ഇവിടെ ഒരു വെജിറ്റബിൾ സാലഡിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇനി നമ്മുടെ എന്ത് ചെയ്യാനാ പറയുന്നത്?
Now let's make a fruit salad. How do we make a fruit salad? ഒരു ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പി എഴുതാനാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക എന്നത് എഴുതാനാണ്, ഇതുപോലെ എഴുതാനാണ് പറയുന്നത്. അതാണ് ബൈ റെസിപ്പി. ഓക്കെ, അപ്പോൾ ഇവിടെ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി നോക്കിയാലോ. എങ്ങനെ ഉണ്ടാക്കാം? Take some of your favorite fruits such as grapes, orange, apple, banana, pomegranate, etc. ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുക. അപ്പോൾ ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫ്രൂട്ടാണ് ഉണ്ടാവുക, അല്ല പല ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലേ, പല തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പീൽ ദ സ്കിൻ ഓഫ് ഇറ്റ് ഇഫ് നീഡഡ്. അതായത് ചില വെജിറ്റബിൾസിന്റെ നമ്മൾ തൊലി കളയേണ്ടതാണെങ്കിൽ കളയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബനാനയുടെ ഒക്കെ എങ്ങനെയാണ്, അതിന്റെ തോല് കളയണം അല്ലേ, അപ്പോൾ അത് കളയുന്നു. കട്ട് ദം ഇൻറ്റു സ്മോൾ പീസസ്, എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നു. പുട്ട് ദം ഇൻറ്റു എ ബൗൾ, എന്നിട്ട് അതിനൊരു ബൗളിൽ ഇടുക. ആഡ് യുവർ ഫേവറേറ്റ് ഐസ്ക്രീം, ദ സാലഡ് ഫ്രൂട്ട് സാലഡ് ഇസ് റെഡി. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയായി. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇതാണ് നമ്മൾ ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പി എഴുതുന്നതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അടുത്തത് ആക്ടിവിറ്റി 4. Observe the picture, identify the fruits and vegetables in the shop and write them below. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ആക്ടിവിറ്റീസിലായിട്ട് ഫ്രൂട്ട്സിനെയും വെജിറ്റബിളിനെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ എന്താണ് രണ്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ പേരും അതിൻ്റെയൊക്കെ ഒരു ഇമേജ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പിക്ചറൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഷോപ്പ്, ഒരു വെജിറ്റബിൾ ഷോപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പാണ് കേട്ടോ. രണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉള്ള ഒരു ഷോപ്പിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ നിങ്ങൾക്ക് അറിയുന്ന കുറേ ഫ്രൂട്ട്സും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇങ്ങോട്ട് നോക്കിയിട്ട് ചിത്രം നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഫ്രൂട്ട്സിന്റെ കോളത്തിൽ എഴുതുക, ഫ്രൂട്ട്സിന്റെ പേരുകളെല്ലാം, അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ഫ്രൂട്ട്സിന്റെ പേരൊക്കെ എഴുതുക, ഈ ചിത്രത്തിലുള്ള വെജിറ്റബിൾസിന്റെ പേരൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഇമേജ് ഏതൊക്കെ ചിത്രമാണ് കാണുന്നത് അത് എഴുതുക. ആപ്പിൾ ഫ്രൂട്ട്സിന്റെ പേരുകളാണ്, ഫ്രൂട്ട്സിന്റെ കോളമാണ് എഴുതുന്നത്. ഫസ്റ്റ് ആപ്പിൾ, വാട്ടർമെലോൺ, ബനാന, മാംഗോ, പൈനാപ്പിൾ, ഗ്രേപ്സ്, ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, നെക്സ്റ്റ് വെജിറ്റബിൾസ് ക്യാരറ്റ്, സ്പിനാച്ച്, ബ്രിഞ്ചാൽ, സ്നേക്ക് ഗാർഡ്, ലേഡീസ് ഫിംഗർ, പംകിൻ, ഓനിയൻ. ഓക്കെ, ഇപ്പൊ ഇതിൽ നമ്മൾ എന്താണ് എക്സ്ട്രാ നമ്മൾ ഇമേജ് അല്ലെങ്കിൽ നമ്മൾ പിക്ചറോട് കൂടി നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റി ചെയ്തതാണ്. അതിലില്ലാത്ത ഒരു എന്താ പറയാത്തതെന്ന് പറയുന്നത്, അതിൽ പറയാത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജാക്ക് ഫ്രൂട്ട് എഴുതിയില്ലേ, ജാക്ക് ഫ്രൂട്ട്. അതായത് ജാക്ക് ഫ്രൂട്ട്, ബനാനയൊക്കെ നമ്മൾ എന്താണ് അറിയുന്നല്ലേ, ബനാന എന്ന് വെച്ചാൽ നമ്മൾ പഴത്തിന് നമ്മൾ ബനാന എന്നാ പറയുക. വാഴപ്പഴത്തിന്, മാംഗോ പറഞ്ഞാൽ മാങ്ങ, മാമ്പഴത്തിന് നമ്മൾ മാംഗോ എന്ന് പറയുക, മാമ്പഴം. പിന്നെ നമ്മുടെ എന്താണ് പൈനാപ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ, പൈനാപ്പിൾ. പിന്നെ ജാക്ക് ഫ്രൂട്ട് നമ്മൾ ചക്ക നമ്മൾ ജാക്ക് ഫ്രൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതുപോലെ വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ബ്രിഞ്ചാൽ എന്ന് പറഞ്ഞാൽ വഴുതിനെ നമ്മൾ ബ്രിഞ്ചാൾ പറയും. ഇവിടെ കണ്ടോ ചിത്രം കണ്ടില്ലേ, ബ്രിഞ്ചാളിൻ്റെതാ അല്ലേ, ബ്രിഞ്ചാളിന്റെ ഈ ചിത്രം ഇവിടെ ഉണ്ട്. അപ്പൊ ബ്രിഞ്ചാള്. പിന്നെ എന്താണ് സ്നേക്ക് ഗാർഡ് എന്ന് വെച്ചാൽ പടവലം, ഇതാണ് ഇവിടെ ഉണ്ട് പടവലത്തിന്റെ ചിത്രം, മലയാളത്തിൽ പടവലം എന്നാണ് പറയുക. ഇതാണ് സ്നേക്ക് ഗാർഡ്. പിന്നെ ലേഡീസ് ഫിംഗർ പറഞ്ഞ വെണ്ടയ്ക്ക, ലേഡീസ് ഫിംഗർ. പംകിൻ മത്തനെയാണ് പംകിൻ എന്ന് പറയുക. പിന്നെ ഒനിയൻ പറയുന്നത് ഉള്ളി ഒരു വെജിറ്റബിൾ ആണ്. ഒനിയൻ പറയുന്നത് ഉള്ളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. ഇപ്പോൾ നമ്മൾ 2-3 ആക്ടിവിറ്റീസിലായിട്ട് നമ്മൾ കുറേ ഫ്രൂട്ട്സിന്റെയും കുറേ വെജിറ്റബിൾസിന്റെ ഒക്കെ പേരുകൾ കറക്റ്റായിട്ട് പഠിച്ചില്ലേ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അഞ്ചാമത്തെ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ ഇമേജസ് നമ്മൾ കാണിച്ചു തന്നത്, ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും. എന്ത് ചെയ്യാനാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത്, ആൽബം ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു ആൽബം ഉണ്ടാക്കാൻ, അതായത് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒരു ആൽബം പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആൽബം ചെയ്ത് നോക്കിയാലോ. നോക്കൂ, ഒന്നാമത്തെ ഫ്രൂട്ട്സിന്റെ ആൽബം ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്ത അതേ ഫ്രൂട്ട്സ് ആണ്. ഇതിലും നിങ്ങൾക്ക് ഇനി ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന മറ്റു ഫ്രൂട്ട്സിന്റെ ചിത്രങ്ങളും കൂടെ അതുപോലെ ഓരോ ചിത്രങ്ങളും അതിന്റെ പേരും കൂടെ എഴുതി ചേർത്തിട്ട് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ ഫ്രൂട്ട്സിന്റെ ആണ്, അതുപോലെ വെജിറ്റബിൾസിന്റെ ആണ്. അടുത്തത് അപ്പൊ അതുപോലെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അടുത്ത 6th ആക്ടിവിറ്റി, ആറാമത്തെ ആക്ടിവിറ്റി, റീറൈറ്റ് ദ സെന്റൻസസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. ഇവിടെ തന്ന ഫോർമാറ്റില് ഈ താഴെയുള്ളതെല്ലാം റീറൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതേണ്ടത്. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദി വിൻഡോ. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്ന അടുത്ത അതിന്റെ ആൻസർ എഴുതിയിരിക്കുന്ന സെന്റൻസ് നോക്കുക. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ്
നിയർ ദി വിൻഡോ. അതായത് എന്തായി മാറി? പ്രസന്റിലുള്ളത് പാസ്റ്റ് ഫോമിലേക്കായി മാറുകയാണ്. ഇതൊരു ഗ്രാമർ സെക്ഷൻ ആണത്. അതിവിടെ അപ്പിയേഴ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അപ്പിയേർഡ് എന്നാക്കി മാറ്റി അല്ലെ. അതായത് വിൻഡോന്റെ അടുത്തായിട്ട് ഒരു മെർമെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സുള്ള ഒരു മെർമെയ്ഡ് വന്നു അല്ലെ, കാണപ്പെട്ടു. അപ്പൊ അത് നമ്മൾ അതേപോലെ അടുത്തുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. അപ്പൊ ഇവിടെ ബ്രിങ്സ് എന്നുള്ളത് എന്തായി മാറും? ബ്രോട്ട് ആയി മാറും. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. The next question, the whales come with jingling bangles. The whales came, come എന്നുള്ളതിന്റെ past form ആണ് came with the jingling bangles. Next, the dolphins carry fragrant flowers. അപ്പോൾ the dolphins carry എന്നുള്ളത് carried എന്നാവും. carried fragrant flowers, കൊണ്ടുവന്നു. Okay. Julia smiles എന്നുള്ളത് എന്താവും? Julia smiled. Next, the party begins. Begins in the past form ആണ്. The party began. Okay. ഈ ചോദ്യം ഒരു ഗ്രാമർ സെക്ഷനും കൂടിയാണ് കേട്ടോ. ഗ്രാമർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അടുത്തത് ആക്ടിവിറ്റി 7. Look at the pictures given below. The word underlined indicate a group. നമ്മൾ now look at the picture and write suitable words from those given in the bracket. Her, team, bunch. അതായത് ഇവിടെ 3 ചോദ്യങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ 3 ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഇതെന്താ? ഫിഷ് ആണ് അല്ലെ. എത്ര ഫിഷ് ഉള്ളത്? ഒരു ഫിഷേ ഉള്ളൂ. അപ്പൊ നമ്മൾ എ ഫിഷ് എന്ന് പറയും. എന്നാൽ ഫിഷിന്റെ കൂട്ടത്തെ, ഒരു കൂട്ടം ഫിഷുകൾ വന്നാൽ ആ കൂട്ടത്തെ, ആ ഗ്രൂപ്പിനെ പറയുന്ന പേരുണ്ട്. ഓക്കെ, നമ്മളിപ്പോ കളിക്കാൻ നമ്മൾ പ്ലെയേഴ്സ് എന്ന് പറയും. മൊത്തം ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത് എന്താ പറയാ? ടീം എന്നാണ് പറയുക അല്ലെ. അതേപോലെ ഒരു ഫിഷ് ആണ്, ആ ഫിഷിന്റെ ഒരു കൂട്ടം ഫിഷ് ആണെങ്കിൽ ആ ഫിഷിന്റെ കൂട്ടത്തെ പറയുന്ന, ഫിഷിന്റെ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിഷ് ഗ്രൂപ്പിനെ പറയുന്ന പേര് സ്കൂൾ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മീൻകൂട്ടം. നമ്മൾ എന്ത് പറയും? എ സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ, എ സ്കൂൾ ഓഫ് ഫിഷ്. അതുപോലെ ഇത് ഒരു ബനാന, ഒരു വാഴപ്പഴം അല്ലെ. അപ്പൊ ഇത് ഒന്നിൽ കൂടുതൽ ബനാനാസ് ഉണ്ടെങ്കിൽ എന്ത് പറയും? ആ ബനാനയുടെ കൂട്ടത്തെ, ആ ഗ്രൂപ്പിനെ പറയുന്നത് ബഞ്ച്, എ ബഞ്ച് ഓഫ് ബനാനാസ്. നെക്സ്റ്റ്, ഇത് ഒരു ഡോഗാണ്. ഒരു കൂട്ടം ഡോഗുകളെ നമ്മൾ പറയുക. ആ ഡോഗ്സിന്റെ കൂട്ടത്തെ നമ്മൾ പറയുന്നത് പാക്ക് എന്നാണ് പറയുക. എ പാക്ക് ഓഫ് ഡോഗ്സ്. ഇതുപോലെ ഈ 3 ചോദ്യങ്ങളും എഴുതുക. ഇവിടെ പ്ലെയേഴ്സിന്റെ ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ ഈ ടീം ഓഫ് പ്ലെയേഴ്സ്. അതുപോലെ ഇത് ഷീപ്പിന്റെ ഗ്രൂപ്പിനെ നമ്മൾ പറയാ ഹേർഡ് എന്നാണ് പറയാ, ഹേർഡ് ഓഫ് ഷീപ്പ്. അതുപോലെ കീസ്, ചാവികളുടെ കൂട്ടം, എ ബഞ്ച് ഓഫ് കീസ്. കണ്ടില്ലേ, ഇതാണ് ഗ്രൂപ്പ്സിനെ പറയുന്ന പേര്. Next, activity 8. Complete the following picture by joining the dot, then color it. അതായത് a conversation between the mermaid and the goldfish. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആര് ചിത്രം തന്നിരിക്കുന്നത്? നമ്മുടെ മെർമെയ്ഡിന്റെ പേരെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ എല്ലാ കൂട്ടുകാർക്കും അറിയണതല്ലേ? നമ്മുടെ പ്രിൻസസ് ജൂലിയയുടെ ചിത്രമാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിൻസസ് ജൂലിയ, അതായത് നമ്മുടെ മെർമെയ്ഡിനും ഗോൾഡ് ഫിഷിനും കളർ ചെയ്യുക. എന്നിട്ട് മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിൽ കോൺവെർസേഷനും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്ന ഇതുപോലെ 1, 2, 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഈ സംഖ്യകൾ, ഈ നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്തിട്ട് ഓർഡറിൽ കണക്ട് ചെയ്ത് അത് എന്ത് ചെയ്യണം? പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് കളർ ചെയ്യുന്നു. ഓക്കെ, കളർ ചെയ്തിട്ട് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ. മെർമെയ്ഡ് പറയുകയാണ്, ഹായ് മൈ ഡിയർ ഗോൾഡ് ഫിഷ്. അപ്പൊ ഗോൾഡ് ഫിഷ് എന്ത് പറഞ്ഞു? ഹായ് പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു, യു ആർ ലുക്കിംഗ് സോ പ്രിറ്റി. കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ട് എന്ന് ഗോൾഡ് ഫിഷ് മെർമെയ്ഡിനോട് പറയുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മെർമെയ്ഡ് എന്ത് പറയുന്നു? താങ്ക് യു സോ മച്ച്. ഗോൾഡ് ഫിഷ് എന്താ പറയാ? ഐ എം സോറി പ്രിൻസസ്, ഐ ഡിഡ്ന്റ് ബ്രിങ് എനി ഗിഫ്റ്റ് ഫോർ യു. അപ്പൊ സോറി പറയണേ. എന്തിനാ സോറി പറയുന്നത്? ഗോൾഡ് ഫിഷ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതിന്. അപ്പൊ മെർമെയ്ഡ് എന്ത് പറഞ്ഞു? ഇറ്റ്സ് ഓൾ റൈറ്റ് ഡിയർ, കം ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. ഗോൾഡ് ഫിഷ്, ഓക്കെ പ്രിൻസസ് ജൂലിയ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു കോൺവെർസേഷൻ ആണ് മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിൽ. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയം തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയം റീഡ് ചെയ്ത് നോക്കാം. ഡു യു എൻജോയ് പ്ലേയിങ് വിത്ത് വാട്ടർ? അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? അതെ അല്ലെ, എല്ലാ കൂട്ടർക്കും ഇഷ്ടമല്ലേ? അപ്പൊ നമുക്കൊരു വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പോയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. വാട്ടർ എന്നാണ് നമ്മുടെ പോയത്തിന്റെ പേര്. Turn on the tap and the water flows. Does anyone know where the water goes?
Turn on the tap and the water comes. Does anyone know where the water is from? Water is clean and water is cool, living in rivers and raining in pools. Yet water can trickle and wells can dry up till there's nothing left to fill the cup. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? വാട്ടറിനെ കുറിച്ചിട്ട്, വെള്ളത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. അതായത് നമുക്ക് ടാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നത് കാണാം അല്ലെ, വെള്ളം വാട്ടർ ഫ്ലോ ചെയ്യുന്നത് കാണാം. ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? ഡസ് എനിവൺ നോ വേർ ദ വാട്ടർ ഗോസ്? എന്താ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത സ്റ്റാൻസ് നോക്കൂ. ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. ഡസ് എനിവൺ നോ വേർ ദ വാട്ടർ ഇസ് ഫ്രം? അപ്പൊ നമ്മൾ വെള്ളം വരുന്നത് കാണുമ്പോൾ എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് അറിയോ? വെള്ളം പോകുന്നത് എവിടേക്കാന്ന് അറിയോ? വെള്ളം വരുന്നത് എവിടേക്കാന്ന് അറിയോ? അറിയില്ല. Water is clean and water is cool, living in rivers and raining in pools. വെള്ളം എങ്ങനെയാണ്? വെള്ളം വളരെ ക്ലീൻ അല്ലേ? വെള്ളത്തിന് നിറമുണ്ടോ? ഇല്ല. വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. വെള്ളം എന്ന് പറയുന്നത് എന്താ? വാട്ടർ എന്ന് പറയുന്നത് എന്താ? എന്നും ശുദ്ധമായിട്ട്, അതായത് ക്ലീൻ ആണ് അല്ലെ? ക്ലീൻ ആണ്. നമുക്ക് പ്രകൃതി തരുന്ന വെള്ളം എന്ന് പറയുന്നത് ക്ലീൻ ആണ്. അത് ക്ലീൻ അല്ലാണ്ടാക്കുന്നത് ആരാ? മനുഷ്യന്മാരും അതുപോലെ മറ്റുള്ള മനുഷ്യന്മാരൊക്കെ തന്നെയാണ് അത് എന്താക്കുന്നത്? അതിനെ പൊല്യൂട്ട് ആക്കുന്നത് അല്ലെ, അതിൽ മലിനപ്പെടുത്തുന്നത്. അപ്പൊ വെള്ളം, പ്രകൃതി തരുന്ന വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? വളരെ ക്ലീനും അതുപോലെ വളരെ കൂളുമായിട്ടുള്ള വാട്ടർ തന്നെയാണ്. ലിവിങ് ഇൻ റിവേഴ്സ്. വെള്ളം എവിടെയാണ് ജീവിക്കുന്നത്? റിവേഴ്സിൽ. റെയിനിങ് ഇൻ പൂൾസ്. വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ്. അഥവാ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വെൽസ് ക്യാൻ ഡ്രൈ അപ്പ് അല്ലെ. വെൽസ്, അത് കിണറുകളെല്ലാം വറ്റി വരളുന്നു. നമുക്ക് പിന്നെ എന്ത് പോലും കിട്ടില്ല. ഒരു കപ്പ് വെള്ളം പോലും നമുക്ക് എന്താവും? കിട്ടാതെ വരും. അപ്പൊ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്, വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വാട്ടർ എന്ന പോയത്തിൽ ഉള്ളത്. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നെക്സ്റ്റ് പറയുന്നത്. ആക്ടിവിറ്റി 9 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? We use plastic materials for various purposes, but plastic waste is harmful. Design a poster in your notebook against plastic pollution. നമ്മളിപ്പോൾ പഠിച്ച പോയം റിലേറ്റ് ചെയ്തിട്ട് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ച് ചോദിക്കുന്നത്? പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ് അല്ലേ. അപ്പൊ അതും നമ്മുടെ വാട്ടർ പൊല്യൂഷനിൽ നേരിടുന്ന വലിയ പ്രശ്നമാണ് പ്ലാസ്റ്റിക്. നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്, നമ്മൾ സീയിൽ കൊണ്ടുപോയിട്ട് ആൾക്കാർ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? മനുഷ്യന്മാർ കൊണ്ടുവന്നിട്ട് പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാൻ പോകുമ്പോഴായിരുന്നു അവരതിനെ എതിർത്തത് അല്ലെ. സീലുള്ള അനിമൽസിനെ എതിർത്തു. പ്രിൻസസ് ജൂലിയും കൂട്ടുകാരൊക്കെ അതിനെ എതിർത്തു. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പൊ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു പൊല്യൂഷൻ തന്നെയാണ്. അപ്പൊ അതിനെതിരെ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ ഒന്ന് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സേ നോ ടു പ്ലാസ്റ്റിക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ, പ്ലാസ്റ്റിക്കിനെതിരായിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. ഒരു പേപ്പർ ഫിഷിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് പേപ്പർ വെച്ച് ഫിഷ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഡയറക്ഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക? നല്ല ഭംഗിയിൽ ഒരു പേപ്പർ ഫിഷ് ഉണ്ടാക്കി നോക്കുക. പേപ്പർ വെച്ചിട്ട് ഒരു ഫിഷ് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 11. അപ്പൊ നമ്മൾ വായിച്ച വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. റീഡ് ദ ഫോളോയിങ് പോയം, കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗീവ് എ സൂറ്റബിൾ ടൈറ്റിൽ. ആദ്യം ഈ പോയം റീഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പോയത്തിന്റെ തുടർന്നുള്ള വരികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനൊരു ടൈറ്റിലും കൂടെ കൊടുക്കണം, ഹെഡിങ് കൂടെ കൊടുക്കുക. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, flows down from hills, cheer us and thrills. Water is clear, it's so nice, it is so nice, flows down from hills, cheers us and thrills. നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തുടർന്നുള്ള ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. എന്ത് ടൈറ്റിൽ കൊടുക്കാം? ലിറ്റിൽ ലിറ്റിൽ ഡ്രോപ്സ് അല്ലെ, ചെറിയ ചെറിയ തുള്ളികൾ. Water is life, it is so pure, flows down from hills, cheers us and thrill. Water is drops rife, it is so clear, flows down from hills, cheers us and thrills. Water is ours, it is so precious, flows down from hills, cheers us and thrills. അപ്പോൾ ഇതുപോലെയുള്ള ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് വാട്ടർ റിലേറ്റ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ലൈൻസ് എഴുതെങ്കിൽ. അതുപോലെ നമ്മൾ പോയത്തിനൊക്കെ ലൈൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇതുപോലെ എൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ലൈൻസ് എൻഡ് ചെയ്യുമ്പോൾ റൈമിങ് വേർഡ്സ് വെച്ചിട്ട് എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കണ്ടോ? ഹിയർ, ക്ലിയർ എന്നൊക്കെ കണ്ടില്ലേ? ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇതുപോലെ ലൈൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതാണ് നമ്മുടെ ആക്ടിവിറ്റി 11. നമ്മുടെ ആക്ടിവിറ്റി 12. റൈറ്റ് മോർ എക്സ്പ്രഷൻസ് സിമിലർ ടു ദി വൺ ഗിവൺ ബിലോ. അതായത് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സോ വെച്ചിട്ട് ഇവിടെ നമ്മുടെ സ്റ്റാർ ഫിഷ് പറയുന്നുണ്ട് അല്ലെ, ഫുഡ് കഴിച്ചിട്ട് എന്താ പറയുക, സോ എമ്മി, സോ ഡെലീഷ്യസ് എന്നൊക്കെ പറയുന്നില്ലേ? അതുപോലെയുള്ള
വേർഡ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്, അതുപോലെ എക്സ്പ്രഷൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതാം? സോ ടേസ്റ്റി, സോ പ്രീഷ്യസ്, സോ ഗുഡ്, സോ നൈസ്, സോ ഗ്രേറ്റ്. കണ്ടോ, ഇതുപോലെ എക്സ്പ്രഷൻസ് ആണ് എഴുതേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 12 കഴിഞ്ഞു. അടുത്ത് നമുക്കൊരു റീഡ് ആൻഡ് റീജോയ്സ് എന്നുള്ള ഒരു സെക്ഷൻ ആണുള്ളത്. വായിക്കാനുള്ള ഒരു ചെറിയൊരു പിക്ചർ സ്റ്റോറി തന്നിട്ടുണ്ട്. അത് ആദ്യം നമുക്കിത് വായിച്ചു നോക്കാം. ദ ഹംഗ്രി കാറ്റർപില്ലർ. ഹംഗ്രി എന്ന് വെച്ചാൽ വിശപ്പ് അല്ലെ, വിശക്കുന്ന കാറ്റർപില്ലറിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ there was a little egg on a leaf. അപ്പോൾ സമയം രാത്രിയാണ്, അതാണ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. മൂണിന്റെ വെളിച്ചത്തിൽ കാണുകയാണ്. എന്താ കാണുന്ന? ഒരു ഇലയില് ഒരു ചെറിയ ഒരു മുട്ടയിരിക്കുന്നു, ലിറ്റിൽ എഗ്, ചെറിയൊരു മുട്ടയാണ് ഇരിക്കുന്നത് കേട്ടോ. ബേർഡിന്റെ ഒന്നും അല്ലാതെ. one Sunday morning the warm sun comes up. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം പ്രഭാത സൂര്യനെ കുതിച്ചു. out of the egg came a teeny and very hungry caterpillar. ആ മുട്ടയ്ക്കകത്തുനിന്ന്, ആ എഗ്ഗിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ഒരു കാറ്റർപില്ലർ പുറത്തു വന്നു. അതായത് കാറ്റർപില്ലർ എന്ന് പറയുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ എല്ലാ കൂട്ടർക്കും അറിയാലോ, പൂമ്പാറ്റ അല്ലെ. ബട്ടർഫ്ലൈന്റെ പുഴുവിന്റെ രൂപത്തിൽ നിന്നാണ് എന്താവുന്നത്, അത് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഇനി അടുത്ത ആക്ടിവിറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പുഴുവിന്റെ രൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റർപില്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വന്നത്? ആ എഗ്ഗിന്റെ പുറത്ത് എന്താ വന്നത്? വളരെ ചെറിയ ഒരു കാറ്റർപില്ലർ പുറത്ത് വന്നു. അത് എങ്ങനത്തെ കാറ്റർപില്ലർ ആയിരുന്നു? വെരി ഹംഗ്രി കാറ്റർപില്ലർ ആയിരുന്നു. എന്ന് വെച്ചാൽ വളരെ വിശക്കുന്ന ഒരു കാറ്റർപില്ലർ ആയിരുന്നു കേട്ടോ. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. ഓൺ മൺഡേ ഷീ ate through one apple. ഭയങ്കര ഹംഗ്രി ആയിട്ടുള്ള കാറ്റർപില്ലർ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഫുഡ് നോക്കാൻ തുടങ്ങി, ഫുഡിന് വേണ്ടി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൺഡേ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച. ഓൺ മൺഡേ ഷീ ate through one apple. അവൾ എന്ത് കഴിച്ചു? ഒരു ആപ്പിൾ കഴിച്ചു. ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷെ അവൾക്ക് വിശപ്പ് മാറിയോ? ഇല്ല, വീണ്ടും അവൾക്ക് വിശക്കാൻ തുടങ്ങി. ഐ ആം സ്റ്റിൽ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും വിശക്കുന്നു എന്ന് പറയാണ് കേട്ടോ. ഓൺ ട്യൂസ്ഡേ, അങ്ങനെ ചൊവ്വാഴ്ചയായി, അടുത്ത ദിവസമായി. ഷീ ate through 2 pears but she was still hungry. 2 pears കഴിച്ചു, പക്ഷേ അവൾക്ക് വീണ്ടും വിശപ്പ് മാറിയില്ല. on Wednesday she ate through 3 plums. ബുധനാഴ്ച അവൾ എന്ത് ചെയ്തു? 3 plums കഴിച്ചു. but she was still hungry. പക്ഷേ അവൾക്ക് വീണ്ടും വിശപ്പ് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. on Thursday she ate through 4 strawberries but she was still hungry. വ്യാഴാഴ്ച ആയപ്പോ അവൾ എന്ത് ചെയ്തു? 4 strawberries കഴിച്ചു, പക്ഷേ എന്താണ്? she was still hungry. on Friday she ate through 5 oranges but she was still hungry. വെള്ളിയാഴ്ച അവൾ 5 ഓറഞ്ച് കഴിച്ചു, but she was still hungry. അവൾക്ക് വിശപ്പ് ഒട്ടും തന്നെ മാറിയിട്ടില്ല. I am still hungry എന്നാണ് അവൾ പറയുന്നത് അല്ലേ. on Saturday she ate. അങ്ങനെ അവള് ശനിയാഴ്ച ആയപ്പോൾ അവൾ എന്താ കഴിച്ചേ? അതെ, ഇതെല്ലാം കഴിച്ചു. ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാം കഴിച്ചു. കേക്കും ഐസ്ക്രീമും എല്ലാം കഴിച്ചു. that night she had a stomach ache. പക്ഷെ ആ ദിവസം രാത്രിയിൽ അവൾക്ക് എന്ത് പറ്റി? ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് അവൾക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി. stomach ache എന്ന് വെച്ചാൽ വയറ് വേദനിക്കാൻ തുടങ്ങി. The next day was Sunday again. അങ്ങനെ വീണ്ടും അടുത്ത ഞായറാഴ്ച വന്നു. The caterpillar ate through one nice green leaf and after that felt much better. അവൾ അന്ന് കഴിച്ചത് ഒരു നല്ല ഗ്രീൻ കളർ ലീഫ് ഇലയാണ് കഴിച്ചത്. അവൾക്ക് അപ്പോൾ വളരെ ആശ്വാസം തോന്നി. She wasn't hungry anymore and she wasn't a little caterpillar anymore. അപ്പൊ അത് കഴിച്ചപ്പോൾ അവൾക്ക് വിശപ്പൊക്കെ മാറി. പിന്നെ അവൾക്ക് വിശക്കാനൊന്നും തുടങ്ങില്ല. പക്ഷെ അവൾ എന്തായി മാറി? ഇനി അവൾ ചെറിയൊരു കാറ്റർപില്ലർ അല്ല. ഷീ വാസ് എ ബിഗ്, അവൾ കുറച്ചും കൂടെ വലുതായി. ഷീ വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ ആയി മാറി. കുറച്ച് വലിയ ഫാറ്റ് ആയിട്ട് തടിച്ച കാറ്റർപില്ലർ ആയിട്ട് മാറി. She built a small house called a cocoon. Around herself, she stayed inside for more than 2 weeks. അങ്ങനെ അവൾ എന്ത് ചെയ്ത? ചെറിയൊരു സ്മോൾ ഹൗസ്, അതായത് ബട്ടർഫ്ലൈന്റെ അടുത്ത സ്റ്റേജ് ആണ്. കാറ്റർപില്ലറിൽ നിന്ന് ബട്ടർഫ്ലൈ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ് അടുത്ത സ്റ്റേജ്, കൊക്കൂൺ എന്ന് പറയും. അപ്പൊ അതിനകത്ത് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഒരു സ്മോൾ ഹൗസ് പോലെ ഇതുപോലെ ബിൽഡ് ചെയ്തിട്ട് ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് കൊക്കൂൺ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ അവൾ സ്റ്റേ ചെയ്തു, ഇതിനുള്ളിൽ അവൾ ഇരുന്നു. അങ്ങനെ 2 ആഴ്ചകളോളം കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവിച്ച്? Then she nibbled a hole in the cocoon, pushed her way out and she became a beautiful butterfly. അതിന്റെ അകത്ത് നിന്ന് അവൾ പതുക്കെ പുറത്തേക്ക് വന്നു. അവൾ ആരായി മാറി? വളരെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ആയി മാറി അല്ലേ. ഒരു ബട്ടർഫ്ലൈന്റെ ഒരു ചെറിയൊരു പിക്ചർ സ്റ്റോറിയാണ്.
അപ്പൊ പിന്നെ അടുത്ത് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. എന്താണ് നമ്മുടെ 13ാമത്തെ ആക്ടിവിറ്റിയിൽ 13th ആക്ടിവിറ്റി എന്താ? റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. അപ്പൊ എല്ലാവർക്കും ഇത് നമ്മുടെ യൂണിറ്റ് 1 റീകാസ്റ്റ് എന്ന സെക്ഷൻ ചെയ്തത് കൊണ്ട് എല്ലാവർക്കും അറിയാലോ അല്ലെ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ സ്റ്റോറി നമ്മൾ പഠിച്ച നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ യൂണിറ്റിലും നമുക്ക് ഈ ഇംഗ്ലീഷ് റീകാസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റോറി നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുന്നതാണ് റീകാസ്റ്റ്. ഓക്കെ, അതിനുള്ള ഹിന്റ്സ് ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ സ്റ്റോറിയിൽ നമ്മുടെ എന്താണ് ഇൻസിഡൻസ് ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഹൂ ഇസ് ദിസ്, ആരാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? വാട്ട് ഡിഡ് ഹി സീ ഇൻ ദ ഡീപ് സീ, എന്താണ് അവിടെ ഡീപ് സീയിൽ കണ്ടത്? ആ ഗോൾഡ് ഫിഷ് എന്ത് കണ്ടു? അപ്പൊ നമ്മുടെ സ്റ്റോറി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോറി, അതായത് നമ്മുടെ ഫെസ്റ്റീവ് ഫണ്ട് നമ്മുടെ സ്റ്റോറി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? എഴുതണം, നറേറ്റ് ചെയ്യണം. നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. ചിത്രങ്ങൾ വരയ്ക്കാമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓൺ വേർഡ്സിൽ സ്റ്റോറി എഴുതാം. One day, a goldfish was swimming in the sea. He saw his friends were swimming in the same direction. He followed them and reached a beautiful palace. The palace was decorated with gems and pearls. A beautiful mermaid appeared near the door and heard that is Princess Julia. All friends brought gifts and wished happy birthday to Princess Julia. The mermaid cut the cake and the party began. They played music and started to dance. At that time, a dolphin whistled loudly. They stopped the party and went near the dolphin. The dolphin said that the humans are coming to dump plastic waste into the sea. All of them decided to drive the humans away because many of their friends died eating the plastic. Everyone went near the boat and terrified them. The shark beat the boat with his tail. The men begged for their life. The Princess Julia warned them and let them go. അപ്പോൾ നമ്മുടെ കഥ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഓൺ വേർഡ്സിലേക്ക് എഴുതുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. Observe the pictures. Write a story in my creative space. അപ്പോൾ നമ്മുടെ മൈ ക്രിയേറ്റീവ് സ്പേസും ഇതുപോലെ എല്ലാ യൂണിറ്റിലും ഉള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും. ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ തന്നിരിക്കുന്ന ഈ പിക്ചേഴ്സ് നോക്കുക. ഇവിടെ എന്താണ്? കുറെ വെജിറ്റബിൾസിന്റെ ഒരു ഡാൻസ് പാർട്ടിയാണ് നടക്കുന്നത് അല്ലെ? വെജിറ്റബിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡാൻസ് പാർട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ആരാണ്? വെജിറ്റബിൾസ് ആണ്. കാണുമ്പോൾ അറിയുന്നില്ലേ വെജിറ്റബിൾസ് ആണെന്ന്? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മൈ ക്രിയേറ്റീവ് സ്പേസിനകത്ത് എഴുതുക. എന്നിട്ട് അതിനൊരു ഹെഡിങ് കൂടെ കൊടുക്കണം. എന്നാലേ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതെന്താ നോക്കാം. Once upon a time, there was a village of vegetables called Veggieland. അപ്പോൾ ഒരിടത്ത് ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. പച്ചക്കറികളുടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിന്റെ പേരാണ് Veggieland. All the vegetables were living happily and peacefully. അവിടെ എല്ലാ വെജിറ്റബിൾസും വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുകയായിരുന്നു. They heard that there was a dance show going on at nearby Fruitland village. അപ്പോൾ അവർ അറിഞ്ഞു അവിടെ തൊട്ടടുത്തുള്ള വില്ലേജ് ഫ്രൂട്ട്ലാൻഡ് എന്ന വില്ലേജിൽ ഒരു ഡാൻസ് ഷോ നടക്കാൻ പോകുന്നു. A few vegetables went there to participate in the dance show. അപ്പോൾ അവിടെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്ലാൻഡ് വില്ലേജ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഡാൻസ് ഷോയിൽ പങ്കെടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി പോയി. But there were not allowed to participate vegetables. പക്ഷേ വെജിറ്റബിൾസിനെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പങ്കെടുക്കാൻ അവർ സമ്മതിച്ചില്ല. ആര്? ഫ്രൂട്ട്ലാൻഡ് വില്ലേജിലുള്ള ഫ്രൂട്ട്സ് ആ വെജിറ്റബിൾസിനെ അവിടെ പങ്കെടുക്കാൻ ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിച്ചില്ല. They became very sad. അവർക്ക് ഒരുപാട് സങ്കടമായി. They decided to conduct a dance party in Veggieland village. അങ്ങനെ അവരുടെ വെജിലാൻഡ് വില്ലേജിൽ തന്നെ ഒരു ഡാൻസ് പാർട്ടി നടത്താൻ തീരുമാനിച്ചു. All the vegetables in the Veggieland were very happy. ഇത് ഇതറിഞ്ഞ വെജിലാൻഡിലെ എല്ലാ വെജിറ്റബിൾസിനും ഒരുപാട് സന്തോഷമായി. They fixed a day. അങ്ങനെ അവർ ഒരു ദിവസം തീരുമാനിച്ചു. When the day of the dance party arrived, all the vegetables came to participate in the dance party. അങ്ങനെ ആ ദിവസം വന്നെത്തി എല്ലാ വെജിറ്റബിൾസും ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നു. The brinjal started the party with a song. അങ്ങനെ ബ്രിഞ്ചാൾ നല്ലൊരു പാട്ടോട് കൂടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. He sang a beautiful song. അവൻ നല്ലൊരു ഭംഗി നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി. After that, Cabbage sang a melodious song. Cabbage അതിനുശേഷം നല്ലൊരു പാട്ട് പാടി. Pumpkin started to dance. Pumpkin ഡാൻസ് ചെയ്യാൻ തുടങ്ങി. Tomato played guitar. Tomato guitar play ചെയ്തു. And Potato presented a wonderful cinematic dance. Potato നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് കളിച്ചു.
Suddenly, the sky darkened with the rainy clouds during Cucumber's dance. അത് കുക്കുമ്പർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി മഴമേഘങ്ങളൊക്കെ വന്നു തുടങ്ങി. All the vegetables danced with the rain. അങ്ങനെ നല്ല ശക്തമായ മഴ പെയ്തു. പക്ഷെ ഡാൻസ് നിർത്തിയോ ഇല്ല. വെജിറ്റബിൾസ് ഒക്കെ എന്ത് ചെയ്തു? മഴയത്തും ഡാൻസ് ചെയ്തു. A strong wind blow it started raining heavily. നല്ല ശക്തമായ കാറ്റൊക്കെ വീശി മഴ കുറച്ചുകൂടെ കൂടി ഹെവി ആയി പെയ്യാൻ തുടങ്ങി. All of them get wet. അങ്ങനെ എല്ലാവരും നനഞ്ഞു. And they ran home happily. എല്ലാവരും വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ഓടാൻ തുടങ്ങി. വീട്ടിലേക്ക് അവരെല്ലാം തിരിച്ചു മടങ്ങിപ്പോയി. They enjoyed the dance party and the last rainy dance also. അങ്ങനെ എല്ലാവരും ആ ഡാൻസ് പാർട്ടി ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അവസാനം കളിച്ച മഴയത്ത് കളിച്ച ഡാൻസും എല്ലാവർക്കും ഹാപ്പി ആയി. അത് എല്ലാവർക്കും എന്ത് ചെയ്തു? എൻജോയ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. നമ്മൾ പേരെന്താ കൊടുത്തിരിക്കുന്നത്? ഡാൻസിങ് വെജിറ്റബിൾസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പിക്ചേഴ്സ് നോക്കി നോക്കി നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്, അതുപോലെ എന്ത് ചെയ്യുക? ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതാണ് ഈ ആക്ടിവിറ്റി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ആ സ്റ്റോറിക്ക് ഒരു പേരും കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി 15 ഡിജി ടാസ്ക് ആണ്. വീഡിയോ ക്ലിപ്പും ഓഡിയോ ഡയറിയും. വീഡിയോ ക്ലിപ്പിൽ എന്താ ചെയ്യുന്നത്? We celebrate special occasions like birthdays, marriage functions, housewarmings, local festivals, etc. Make a video clip with your commentary and send it to your teacher. The teacher നിങ്ങൾക്ക് പറയും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ലൈക്ക് ബർത്ത്ഡേയോ മാരേജ് ഫംഗ്ഷൻ അതുപോലെ അല്ലെങ്കിൽ ലോക്കൽ ഫെസ്റ്റിവലിലേക്ക് ഒരു വീഡിയോ ക്ലിപ്പ് വിത്ത് കമൻട്രി, അതായത് കമൻട്രി പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വോയിസ് കൊടുക്കുന്നത് അല്ലേ, വിത്ത് കമൻട്രിയോട് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡിജി ടാസ്ക്. പിന്നെ ഓഡിയോ ഡയറിയാണ്. റെക്കോർഡ് ആൻഡ് ഓഡിയോ ക്ലിപ്പ് നറേറ്റിംഗ് ആൻഡ് interesting events such as the Independence Day celebration, Onam celebration, etc. held in your school. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നടന്ന ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ ഓണം സെലിബ്രേഷനെ കുറിച്ചിട്ട് ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് നറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന സമയത്ത് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ആക്ടിവിറ്റീസ്. ടോട്ടൽ 15 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പം എല്ലാ കൂട്ടർക്കും ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമായില്ലേ? നമ്മൾ 15 ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് അല്ലെ, 15 ആക്ടിവിറ്റീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്